കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ എക്സാം ആണല്ലേ ഇനി വരുന്ന ദിവസം. അപ്പോൾ മാത്സ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ചോദ്യമായിരിക്കും വരിക എന്നുള്ള രീതിയിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഡെസിമൽ ഫോംസ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ചോദ്യം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ക്ലാസ് കേൾക്കുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതുപോലത്തെ ചോദ്യം തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ബോർഡിൽ കാണുന്ന ചോദ്യം ഒന്ന് മക്കളൊന്ന് വേഗം വായിച്ച് നോക്കിക്കേടാ. എല്ലാ ചോദ്യത്തിലെയും പോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് ഡെസിമൽ നമ്പേഴ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോരോ കുഞ്ഞി ഇങ്ങനെ ടേബിളിലാക്കിയിട്ടാണ് നമുക്ക് എന്ത് തന്നത്, ഡെസിമൽ നമ്പർ തന്നത്. എന്താണ് ചോദ്യം? ഒരു കളിയിൽ കുട്ടികൾക്ക് നൽകിയ സംഖ്യാ കാർഡുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സംഖ്യാ കാർഡുകൾ കാണുന്നുണ്ടായിരിക്കും, അതിൽ ഓരോന്നിലും ഡെസിമൽ ആയിട്ടുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് ഇല്ലേടാ, ഡെസിമൽ നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡെസിമൽ നമ്പർ നോക്കുന്നതിന് മുന്നേ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് ഡെസിമലിൽ ഏറ്റവും വലിയതാര് ചെറിയതാര് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണെന്ന് ഞാൻ പല തവണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ലപോലെ പഠിച്ചോളാം. അപ്പം നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. കഴിഞ്ഞില്ല, നമ്മളെ ചോദ്യം എന്താ, ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യം എവിടെയെന്ന് വിചാരിക്കേണ്ട, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എവിടെ തന്നെ ഉണ്ട്. എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ അമോങ് ദീസ്? അടുത്ത ചോദ്യം, ഏറ്റവും ലാസ്റ്റ് ചോദ്യം എന്താണ്, റൈറ്റ് ദ നമ്പർ ഇൻ അസെൻഡിങ് ഓർഡർ. ഞാൻ കുറേ തവണയായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നമുക്ക് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ നിങ്ങൾക്ക് എഴുതാൻ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും തന്നിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അത് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം എന്താണ്, ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ആരാണെന്നാണ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സംഖ്യകളൊന്ന് നല്ലപോലെ നോക്കി. സംഖ്യയിൽ ആരൊക്കെ ഉണ്ട്? യെസ്, 14 പോയിന്റ്. സംഖ്യകൾ നോക്കുന്നപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇതാ 14, 15, 15, 14, 14, 14. അപ്പോൾ 14 ആണോ 15 ആണോ വലുത്? നമുക്കറിയാം 15 ആണ് വലുത്. അപ്പോൾ 15ൽ വെച്ച് ആരാണ് വലുത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം ഇല്ലേടാ. അപ്പോൾ 15 പോയിന്റ് കഴിഞ്ഞ പാടുള്ള നമ്പർ നോക്കുക നിങ്ങൾ. ഇത് 15.2 ആണോ അല്ലെങ്കിൽ 15.8 ആണോ വലുത്? ഉറപ്പായിട്ടും 15.8 ആയിരിക്കും അല്ലേ. 2നേക്കാൾ വലുത് 8 അല്ലേ. അപ്പോൾ നമുക്ക് എന്തു പറയാം അവിടെ, 15.823 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ അല്ലേ. ഇവിടെ തന്നതിൽ ഏറ്റവും വലിയ നമ്പറാണ് 15.823. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. സോ നമുക്ക് വലിയ സംഖ്യ കിട്ടി, ഇനി ചെറിയ സംഖ്യ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 14.7 ആണോ, 14.6 ആണോ, 14.1 ആണോ, 14.0 ആണോ ചെറുത്? നിങ്ങൾ നോക്കിക്കേ, 14.0 ആണ് അവിടെ ചെറിയ നമ്പർ അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള എന്ത് നോക്കണം, നമ്മൾ ഡിഫറൻസ് നോക്കണം. എഴുതി നോക്കുക, എന്നിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് നോക്കാം. അപ്പോൾ 15.823ൽ നിന്ന് 14.028 ഞാൻ കുറച്ചു. ഓക്കെ, നമ്മൾ കുറച്ച് നോക്കിക്കേ, 3ൽ നിന്ന് 8 പോവില്ല, അപ്പോൾ നമ്മൾ ഒന്ന് കടമെടുത്തു. അപ്പോൾ എത്ര വരും? 13. 13ൽ നിന്ന് 8 പോയാൽ എത്ര വരും ഇവിടെ? 5. ബാക്കി അവിടെ 2 ഇല്ല അല്ലേ, 1 ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 1ൽ നിന്ന് 2 കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് 8ൽ നിന്ന് 1 ഞാൻ കടമെടുത്തു. 11. 11ൽ നിന്ന് 2 പോയാൽ എത്ര വരും? 9 വരും അല്ലേ, 9. ബാക്കി അവിടെ 8 ഉണ്ടോ? ഇല്ല, 7 മാത്രമേ ഉള്ളൂ. ദേ പോയിന്റ് അതേപടി ഇട്ടു. 5ൽ നിന്ന് 4 പോയാൽ 1. കണ്ടോ? അപ്പോൾ നമ്മൾ ആൻസർ എത്ര വന്നു? 1.795 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതണം. എന്താണ് ആരോഹണം, എന്താണ് അവരോഹണം? അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറയുന്നത്. ആരോഹണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും ചെറിയ നമ്പർ ആരാണെന്ന് നോക്കുക. ഏറ്റവും സ്മോൾ ആയിട്ടുള്ള നമ്പറാണ് 14.028. കണ്ടില്ലേ, അതിനേക്കാൾ തൊട്ട് വലുത് ആരായിരിക്കും? 14.12 അല്ലേ. അതിനേക്കാൾ തൊട്ട് വലുത് ആര്? അതായത് നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്തത് 14.623 അല്ലേ. അതെ, അതിനേക്കാൾ തൊട്ട് വലുത് എഴുതി. അതിനേക്കാൾ വലുതാണ് ആര്? 14.732. കണ്ടില്ലേ. ഇനി അതിനേക്കാൾ വലുതാണ് ആരടാ? 15.283. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മളെ ലാർജസ്റ്റ് നമ്പർ 15.823. കണ്ടോ? ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് എഴുതുന്നതിനാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. കണ്ടോ?
അപ്പോൾ ഇതൊക്കെ നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതുപോലത്തെ ചോദ്യം എൻ്റെ മക്കൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ എക്സാമിന് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻ്റെ മക്കൾ മിസ് ചെയ്യരുത്. നല്ലപോലെ നോക്കി നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് മിസ്സിൻ്റെ അടുത്ത് വന്ന് പറയണം. അപ്പോൾ എന്തായാലും നല്ലപോലെ പഠിക്കുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.